വാഴ എന്ന സിനിമ ഉണ്ട്. കറക്റ്റ് ബയോപിക് ഓഫ് നിഖിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നടന്നേക്കണ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫും പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ഹാഫ് വരെ നടന്നേക്കണ കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്. മീൻസ് എൻ്റെ മാത്രമല്ല, നമ്മളെപ്പോലുള്ള ബോയ്സിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ആദ്യം സിനിമ റിവ്യൂസ് ഇപ്പോൾ ഞാൻ എല്ലാ ഷോർട്സിലാണ് ഇടാറ്. പക്ഷേ ഇത് അങ്ങനെ ഇട്ടാൽ പോരെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബയോപിക് ഓഫ് എന്തുവാടേ ബയോപിക് ഓഫ് ബ്രോസ്. സീരിയസ്ലി നമ്മളെല്ലാവരുടെയും ലൈഫിൽ നടന്നിട്ടുള്ള, മീൻസ് മെജോറിറ്റി ഓഫ് ബോയ്സിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും അവരുടെ ചെറുപ്പം മുതൽ സ്കൂൾസിൽ, പ്രീ സ്കൂൾസിൽ, അവരുടെ ഹൈസ്കൂളുകളിൽ, അവരുടെ കോളേജുകളിൽ, അവരുടെ ആഫ്റ്റർ കോളേജ് അവർ ഫുൾ ഡ്രോപ്പായിട്ട്, മൈൻഡ് ഫുൾ ഡ്രോപ്പായിരിക്കുന്ന സമയത്ത് അതിന് ശേഷമുള്ള അവരുടെ ബിസിനസ് പ്ലാൻസ്, അങ്ങനെയുള്ള ഒരു സേഫ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാഴകൾ, എന്നെ പോലത്തെ വാഴകൾ പുറത്തുള്ളതുകൊണ്ട് ഈ പടം ഗ്യാരണ്ടി ഹിറ്റാണെന്നുള്ള കാര്യം കൺഫേം ആണ്. അതുകൊണ്ട് തന്നെയാണ് അവന്മാർക്ക് അത് വാഴ 2 എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റിയത്. അവർക്കൊരു നെക്സ്റ്റ് ഫേസ് വാഴ 2. കാരണം ലക്ഷക്കണക്കിന് വാഴകളിൽ വെറും 4, 5, 6 വാഴകളുടെ കഥകൾ മാത്രമേ ഈ സിനിമയിൽ പറയുള്ളൂ. ബാക്കിയും വാഴകളുണ്ട്, ബാക്കിയും കഥകളുണ്ട്, ബാക്കിയും കാര്യങ്ങൾ പറയാനുണ്ട്. അത് എടുത്തു വയ്ക്കണ പാറ്റേൺ എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും നമുക്ക് എന്താ പറയുക, ബോറടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ലാഗ് അടിപ്പിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാം യുഗമാണല്ലോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് വാഴണ സമയമാണ്. 30 സെക്കൻഡ് 40 സെക്കൻഡ് പോലും നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. ആ സമയത്ത് ഇതുപോലത്തെ വീഡിയോസ്, അങ്ങനത്തെ ഒരു 40 സെക്കൻഡുള്ള റീലുകൾ കട്ട് ചെയ്ത് ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് വളരെ അടിപൊളിയായിട്ട്, എന്താ പറയുക, വളരെ അതിന് ചേർന്ന രീതിയിൽ ഒരു സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഭയങ്കര വലിയ ഫ്രെയിമുകളോ ഭയങ്കര ആന ചേന അതൊന്നും കാണിക്കാനുള്ള സീൻ നടന്നു പോണു. നമുക്ക് മനസ്സിലാവേണ്ടി മനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിന്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിൽ നടന്ന കാര്യമായതുകൊണ്ട് നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെയാണ്, ഇത് നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ കണ്ടാണല്ലോ, നമ്മൾ ആ സമയത്ത് അനുഭവിച്ച കാര്യമാണല്ലോ, നമ്മൾ ഈ സമയത്ത് അനുഭവിച്ച കാര്യമാണല്ലോ. ഇത് അല്ലെ എൻ്റെ കൂട്ടുകാരൻ്റെ ലൈഫിൽ, അവൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണല്ലോ, ഇത് ഇവിടെ നടന്നാണല്ലോ, ഇത് ഞാൻ കണ്ടാണല്ലോ. ഇതെല്ലാം 1 by 1 സീൻ എനിക്കറിയാവുന്നതാണ്, നമ്മളെല്ലാവരും കണ്ടേക്കാനാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ക്ലൈമാക്സ്, ഒരു പ്രീ ക്ലൈമാക്സിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. അവിടെ വരുന്ന ആ ബീജിയത്തോടു കൂടി അല്ല ആ പാട്ടോടു കൂടി വരുമ്പോൾ ഉണ്ടല്ലോ, ലിറ്ററലി ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു. എനിക്ക് അടുത്തുള്ളൊരു കാണുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ കരഞ്ഞത്. കാരണം നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ടച്ച് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് പേഴ്സണലി. കാരണം എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ലൈഫിൽ, നമ്മളെപ്പോലുള്ള ബോയ്സിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ കണ്ടിട്ട് മീൻസ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൂടി അങ്ങനെ വരുമ്പോൾ മീൻസ് ഒരു ഫാമിലി ഓറിയൻറ്റഡിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര വലിയ കഥ അങ്ങനെയൊന്നും അല്ല ഇത് പറയണത്. ഭയങ്കര ചെറിയൊരു കാര്യം പറയണത്. ആ ചെറിയൊരു കാര്യത്തിൽ ലാസ്റ്റ് നിമിഷം എൻ്റെ കണ്ണ് നനയിക്കാൻ ബിന്ദാസിനായി അല്ലെങ്കിൽ മേനോനായി. അപ്പം ആ സമയത്ത് ഞാൻ എന്താ പറയുക, ലിറ്ററലി എനിക്ക് കുറച്ച് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് സംഭവിച്ചു. കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടും ഫ്യൂച്ചറിലെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ടും എൻ്റെ പഴയ കണ്ടുപോയ കാര്യങ്ങളെല്ലാം കണ്ടിട്ടും അത് ഓർത്തിട്ടും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ ഇമോഷണലായിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പാട്ട് മകനേ എന്ന ആ പാട്ടില്ലേ, അത് വല്ലാതെ എന്നെ ഹോണ്ടിയുണ്ട്. മീൻസ് ഹോണ്ടിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ. കാരണം എനിക്കും ഒരു മോൻ വളർന്നവരുണ്ട്. അപ്പം അവന് ഞാനിതുപോലെ മീൻസ് അവനെ ഇതുപോലത്തെ ഒരു ഇതിലേക്ക് തള്ളിയിടാതെ, പക്ഷെ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലുള്ള ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ക്ലൈമാക്സിൽ വരുന്ന നെക്സ്റ്റ് ജനറേഷനിൽ കാണിക്കണതും ഇതൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനെ തന്നെയാണ്. എൻ്റെ അച്ഛനോടും, എൻ്റെ അച്ഛനും എൻ്റെ ഫാമിലി, എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, എൻ്റെ ആഫ്റ്റർ കൗമാരത്തിന് ശേഷം എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ചുറ്റും നടന്നവർ, എൻ്റെ ബന്ധുക്കാർ, എൻ്റെ കൂട്ടുകാർ, വഴിയെ പോണ ചേട്ടന്മാർ, ചേച്ചിമാർ, ഇവരൊക്കെ ചോദിച്ചത് നിനക്ക് പണിയൊന്നും ആയില്ലേ ചോദിച്ചത്, കളിയാക്കിയത്,
നാണം കിടത്തിയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മീൻസ് അതാ പറഞ്ഞ ലിറ്ററലി എൻ്റെ കഥയാണെന്ന് പറഞ്ഞത്, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഞാൻ ഇപ്പോഴും ഒരു വാഴ തന്നെയാണ്, എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടുള്ള. ലിറ്ററലി എനിക്ക് നാളെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല, നാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല, ഇനി അങ്ങോട്ട് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ കഥയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ. കാരണം അത്രയും ഒരു പോസിറ്റിവിറ്റി ഉള്ള സിനിമയാണ്, അത്രയും നന്മയുള്ള സിനിമയാണ്. കാരണം അത്രയും നന്മയുള്ള ഒരു കൂട്ടം പയ്യന്മാരുടെ കഥയാണ്, എന്നെപ്പോലുള്ള പയ്യന്മാരുടെ കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞാൻ തിയേറ്ററിൽ ഒറ്റയ്ക്കാണ് പോയി കണ്ടത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് തോന്നിപ്പോയി കണ്ടാണ്. ഓൾറെഡി വൈകിയായിരുന്നു, കാരണം മോൾക്ക് പനിയൊക്കെ ആയിട്ട് അഡ്മിറ്റൊക്കെ ആയിരുന്നു ആശുപത്രിയിൽ. അതുകൊണ്ട് ഓൾറെഡി പടം കാണാൻ വൈകിയായിരുന്നു. നാളെ ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരെയും കൊണ്ടേ കാണണമെന്ന് വിചാരിക്കണം, ഒന്നുകൂടി കാണണമെന്ന് വിചാരിക്കണം. ബിബിൻ ദാസ് ചേട്ടാ മാരകം, ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കഴിവും അപാരമാണ്, നിങ്ങളെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും അപാരമാണ്, അടിപൊളിയാണ്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ വളരണവർ നിങ്ങളുടെ കൂട്ടത്തിൽ വളരണം, നിങ്ങൾ വളരണവരോട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വളരണം, അല്ലെങ്കിൽ മീൻസ് അവരെ ഒരു കൈ ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കണം എന്നുള്ള ഇതെല്ലാം ഒന്നും പറയാമല്ലോ. മൊത്തം നിങ്ങൾ വേറെ ലെവൽ മനുഷ്യരാണ്. എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ എനിക്കും കൂടി ഒരു കൈ കാട്ടെ കേട്ടോ. അപ്പോൾ പടം തിയേറ്ററിൽ തന്നെ കാണാം. വാഴ.